ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. +1 ചരിത്രത്തിലെ അഡീഷണൽ തീമായ ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്, കണ്ടെത്തലുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും യുഗം എന്ന തീമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ തീമിൽ നിന്ന് ഒരു എസ്സേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അതുമല്ലെങ്കിൽ 5 മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. തീമിൻ്റെ പേര് ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ്, കണ്ടെത്തലുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും യുഗം. ദ റിനൈസൻസ്, Protestant Reformation and geographical explorations and discoveries of the 14th and 15th centuries changed the picture of the old world. നവോത്ഥാനം, മതനവീകരണ പ്രസ്ഥാനങ്ങൾ, 14-ാം നൂറ്റാണ്ടിലെ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിൻ്റെ ചിത്രം തന്നെ മാറ്റിമറിച്ചു. ജോഗ്രഫിക്കൽ എക്സ്പ്ലറേഷൻസ്, ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾ. സെർച്ച് ഫോർ ന്യൂ ട്രേഡ് റൂട്ട്, പുതിയ വ്യാപാര മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ. കോസസ്. In 1452, Turks captured Constantinople and blocked trade route to the eastern countries. 1452 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടുകൂടി കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള കച്ചവട മാർഗം തടസ്സപ്പെട്ടു. പുതിയ കച്ചവട മാർഗം കണ്ടെത്താൻ യൂറോപ്യന്മാർ ശ്രമിച്ചു. യൂറോപ്യൻസ് ട്രൈഡ് ടു ഫൈൻഡ് ഓൾട്ടർനേറ്റീവ് ട്രേഡ് റൂട്ട് ടു ദ ഈസ്റ്റ്. കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പുതിയൊരു വ്യാപാര മാർഗം കണ്ടെത്താൻ യൂറോപ്യന്മാർ ശ്രമിച്ചു. യൂറോപ്യൻ കൺട്രീസ് ലൈക്ക് പോർച്ചുഗൽ were looking for the luck of explorations, trade and colonization. പോർച്ചുഗലിനെ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പര്യവേഷണത്തിലും കച്ചവടത്തിലും കോളനികൾ കണ്ടെത്താനുള്ള ഒരു ഭാഗ്യപരീക്ഷണം നടത്തി. ഗ്രേറ്റർ ജോഗ്രഫിക്കൽ നോളേജ്, ലവ് ഓഫ് അഡ്വഞ്ചർ ആൻഡ് ദ പാട്രണേജ് ഓഫ് കിങ്. ഭൂമിശാസ്ത്രപരമായ അറിവ്, സാഹസികത, രാജാക്കന്മാരുടെ സംരക്ഷണം, ഇതൊക്കെ ഈ പുതിയ ഭൂപ്രദേശങ്ങൾ കണ്ടെത്താൻ അവരെ സഹായിച്ചു. Desire to spread Christianity made kings, nobles and missionaries encourage sea voyages. ക്രിസ്തുമത പ്രചാരണത്തിനുള്ള താൽപ്പര്യം മൂലം മിഷണറിമാരും പ്രഭുക്കന്മാരും പര്യവേഷണത്തെ പ്രോത്സാഹിപ്പിച്ചു. The Portuguese explorer Bartolomeu Dias sailed along the western coast of Africa and reached the southern tip in 1486. പോർച്ചുഗീസ് പര്യവേഷകനായ ബർത്തലോമിയ ഡയസ് 1486 കപ്പൽ മാർഗം ആഫ്രിക്കയിലെ ദക്ഷിണ മുനമ്പിലെത്തി. ഹി നെയ്മഡ് ദ കേപ്പ് ആസ് കേപ്പ് ഓഫ് സ്റ്റോംസ്. ഈ മുനമ്പിനെ കൊടുങ്കാറ്റിൻ്റെ മുനമ്പ് എന്നാണ് അദ്ദേഹം നാമകരണം ചെയ്തത്. ലേറ്റർ ഇറ്റ് റീനെയ്മഡ് ഇറ്റ് ആസ് കേപ്പ് ഓഫ് ഹുഡ് ഹോപ്പ്. പിന്നീട് ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പേര് മാറ്റുകയുണ്ടായി. In 1492, Christopher Columbus started his journey from Port of Palos. 1492 ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിലെ പാലോസ് തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചു. He reached Guanahani in the Bahamas. Columbus renamed it as San Salvador. കൊളംബസ് അമേരിക്കയിലെ ബഹാമസിലെ ഗ്വാനാഹണിയിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ഈ പ്രദേശത്തെ സാൻ സാൽവദോർ എന്ന് നാമകരണം ചെയ്തു. ഹി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ഇന്ത്യ. അദ്ദേഹം കരുതിയത്, അദ്ദേഹം കണ്ടെത്തിയ ഈ ഭൂപ്രദേശം ഇന്ത്യ ആണ് എന്നായിരുന്നു. ഇൻ 1499, അമേരിക്കോ വെസ്പുസി, a geographical explorer from Florence, reached South America and realized that the land discovered by Columbus was not India but new land. 1499 വെനീസിൽ നിന്നുള്ള സഞ്ചാരിയായ അമേരിക്കോ വെസ്പുച്ചി അമേരിക്കയിൽ എത്തുകയും കൊളംബസ് കണ്ടുപിടിച്ചത് ഇന്ത്യയല്ലെന്നും പുതിയ ഭൂമിയാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഹി കോൾഡ് ഇറ്റ് ആസ് ന്യൂ വേൾഡ്. അദ്ദേഹം ഈ പ്രദേശത്തെ വിളിച്ചത് പുതിയ ഭൂമി, പുതിയ ലോകം എന്നൊക്കെയായിരുന്നു. വാസ്കോ ഡ ഗാമ, എ പോർച്ചുഗീസ് ട്രാവലർ, ഡിസ്കവേർഡ് എ സീ റൂട്ട് ടു ഇന്ത്യ ഇൻ 1498.
1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ സമുദ്രമാർഗം ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തി. ഇൻ 1500 കാബ്രാൽ പോർച്ചുഗീസ് സെയിലർ റീച്ച്ഡ് ബ്രസീൽ. ഇൻ 1500 പോർച്ചുഗൽ നാവികനായ 1500 പോർച്ചുഗൽ നാവികനായ കബ്രാൽ ബ്രസീലിൽ എത്തിച്ചേർന്നു. മെക്സിക്കോ വാസ് ഡിസ്കവേർഡ് ബൈ ഹെർമൻ കോർട്ടസ്. ഹെർമൻ കോർട്ടസ് ഒരു സ്പെയിൻകാരനായിരുന്നു. സ്പെയിനിൽ നിന്നുള്ള നാവികൻ ഹെർമൻ കോർട്ടസ് മെക്സിക്കോയിൽ എത്തിച്ചേർന്നു. പെറു വാസ് ഡിസ്കവേർഡ് ബൈ ഫ്രാൻസിസ്കോ പിസാറോ. ഫ്രാൻസിസ്കോ പിസാറോ ആണ് പെറു കണ്ടുപിടിച്ചത്. റിസൾട്ട് ഓഫ് ജോഗ്രഫിക്കൽ എക്സ്പ്ലറേഷൻസ്, ഭൂമിശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ഫലം നമുക്ക് പരിശോധിക്കാം. ഫോർ ദ യൂറോപ്യൻ നേഷൻസ് ഇറ്റ് ഓപ്പൺഡ് ദ ഡോർ ടു റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ആൻഡ് ഓൾസോ മാർക്കറ്റ് ഫോർ ദെയർ ഗൂഡ്സ്. ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളും സമ്പത്തും നേടാനും കമ്പോളം കണ്ടെത്താനും കഴിഞ്ഞു. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് വെയർ ഫോംഡ് ആൻഡ് സെൻഡ് ട്രേഡിംഗ് എക്സ്പെഡിഷൻസ് ടു ദ ഈസ്റ്റ്. യൂറോപ്പിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ രൂപീകരിക്കുകയും കിഴക്കൻ രാജ്യങ്ങളിലേക്ക് സംഘങ്ങളെ അയക്കുകയും ചെയ്തു. The availability of raw materials and market resulted in the Industrial Revolution. അസംസ്കൃത വസ്തുക്കളുടെയും മാർക്കറ്റുകളുടെയും ലഭ്യത വ്യവസായ വിപ്ലവത്തിന് ഒരു കാരണമായി തീർന്നു. സെർച്ച് ഫോർ ന്യൂ മാർക്കറ്റ് ആൻഡ് റിസോഴ്സസ് ലെഡ് ടു കൊളനൈസേഷൻ, കോൺഫ്ലിക്ട്സ്, വാർസ് ആൻഡ് ഇമ്പീരിയലിസം. പുതിയ കമ്പോളത്തിനും സമ്പത്തിനും വേണ്ടിയുള്ള അന്വേഷണം കോളനിവൽക്കരണത്തിനും യുദ്ധങ്ങൾക്കും സാമ്രാജ്യത്വത്തിനും കാരണമായി തീർന്നു. സ്ലേവ് ട്രേഡ് വാസ് ദ മോസ്റ്റ് വിക്കഡ് റിസൾട്ട് ഓഫ് ദ ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്. ഭൂമിശാസ്ത്ര കണ്ടുപിടുത്തത്തിൻ്റെ ഏറ്റവും മോശമായ വശം അടിമക്കച്ചവടമായിരുന്നു. യങ് മെൻ ആൻഡ് വിമൻ വെയർ ക്യാപ്ചേർഡ് ആൻഡ് സോൾഡ് ആസ് സ്ലേവ്സ്. ആഫ്രിക്കയിൽ നിന്ന് യുവാക്കളെയും യുവതികളെയും പിടിച്ച് അടിമകളായി വിറ്റു. ലാക്സ് ഓഫ് സ്ലേവ്സ് ഫ്രം ആഫ്രിക്ക ആൻഡ് ഏഷ്യ വെയർ ഇമ്പോർട്ടഡ് ടു ബ്രസീൽ ലാൻഡ് ആൻഡ് അതർ റീജിയൻ ഓഫ് അമേരിക്ക. ലക്ഷക്കണക്കിന് അടിമകളെ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ബ്രസീലിലേക്ക് അമേരിക്കയിലേക്കും കയറ്റി അയച്ചു. They were forcibly employed in plantations, farms and mines. പ്ലാന്റേഷനുകളിലും ഫാമുകളിലും ഖനികളിലും നിർബന്ധമായി അവരെ ജോലി ചെയ്യിപ്പിച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. ഒരു എസ്സി ആയി ചോദിക്കുന്ന ഭാഗമാണ് വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എവിടെയാണ് ലോകത്താദ്യമായി വ്യവസായ വിപ്ലവം ആരംഭിച്ചത്? അതുപോലെ തന്നെ വ്യവസായ വിപ്ലവം ഏതൊക്കെ മേഖലയിലാണ് ആദ്യമുണ്ടായത് എന്ന് നമ്മൾ ഈ തീമിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് എസ്സേക്ക് എഴുതേണ്ടത്. ഏതൊക്കെ മേഖലയിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത്, എവിടെയാണ് ആദ്യം വ്യവസായ വിപ്ലവം ഉണ്ടായത് എന്നൊക്കെയാണ് നമ്മൾ എസ്സേയിൽ എഴുതേണ്ടത്. നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് എഴുതേണ്ടത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം. The most fundamental transformation of life in the recorded history of man was brought about by the Industrial Revolution. മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മാറ്റങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവന്നത് വ്യാവസായിക വിപ്ലവമായിരുന്നു. The name Industrial Revolution is given to a series of changes that brought about transition from production by hand to production by machine, from handmade goods to machine-made goods. വ്യാവസായിക വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൈകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളിൽ നിന്ന് യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങളിലേക്കുള്ള മാറ്റമാണ്. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ബ്രിട്ടൻ, വ്യാവസായിക വിപ്ലവം ബ്രിട്ടനിൽ. ബ്രിട്ടൻ വാസ് ദ ഫസ്റ്റ് കൺട്രി ടു എക്സ്പീരിയൻസ് മോഡേൺ ഇൻഡസ്ട്രിയലൈസേഷൻ. ലോകത്താദ്യമായിട്ട് വ്യാവസായിക വിപ്ലവം നടന്നത് ബ്രിട്ടനിലാണ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അണ്ടർ ദ മൊണാർക്കി, റിസൾട്ടിംഗ് പീസ് ആൻഡ് ഓർഡർ ഇൻ ദ കൺട്രി. വ്യവസായ വിപ്ലവം ബ്രിട്ടനിൽ നടക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അണ്ടർ ദ മൊണാർക്കി റിസൾട്ടിംഗ് പീസ് ആൻഡ് ഓർഡർ ഇൻ ദ കൺട്രി. രാഷ്ട്രീയ സ്ഥിരത രാജ്യത്ത് സമാധാനവും ക്രമവും ഉണ്ടാക്കി. Second, the kingdom had common laws, language and single currency and market.
പൊതുഭാഷ, ഒരു ഏക കറൻസി, മാർക്കറ്റ് എന്നിവ ബ്രിട്ടന് ഉണ്ടായിരുന്നു. വൈഡ് യൂസ് ഓഫ് മണി. By the end of 17th century, money was widely used as a medium of exchange. By the large sections of the people received their income in the form of wages and salaries rather than goods. പണത്തിൻ്റെ വ്യാപകമായ ഉപയോഗം. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് പണം കൈമാറ്റത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ജനങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ വരുമാനം പണമായിട്ടായിരുന്നു സ്വീകരിച്ചിരുന്നത്. 3. Agricultural Revolution. In the 18th century, England had been experienced agricultural revolution. കാർഷിക വിപ്ലവം 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നടന്നു. 4th one, growth of towns. From the 18th century, many towns in Europe were growing in area and population. Out of the 19 European cities, 11 were in Britain. London was the largest among them. നഗരങ്ങളുടെ വളർച്ച. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ പല നഗരങ്ങളുടെയും വലുപ്പവും ജനസംഖ്യയും വർദ്ധിച്ചു. യൂറോപ്പിലെ 19 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ 11 എണ്ണവും ബ്രിട്ടനിലായിരുന്നു. 5th, by the 18th century, global trade had shifted from Mediterranean ports of Italy and France to the Atlantic ports of Holland and Britain. 18-ാം നൂറ്റാണ്ടിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ കേന്ദ്രം ഫ്രാൻസിലെയും ഇറ്റലിയിലെയും മെഡിറ്ററേനിയൻ തുറമുഖത്തു നിന്നും ബ്രിട്ടൻ്റെയും ഹോളണ്ടിൻ്റെയും അറ്റ്ലാന്റിക് തുറമുഖത്തേക്ക് മാറുകയായിരുന്നു. 6th, England was the principal source of loans for international trade. The Bank of England was the center of the country's financial system. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ആവശ്യമായ ലോൺ സൗകര്യം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്രമായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. 7th, England had a good network of river transport by cheaper and faster than by land. ഇംഗ്ലണ്ടിൽ നല്ല ജലഗതാഗതം ഉണ്ടായിരുന്നു. ഇത് ചെലവ് കുറഞ്ഞതും കരമാർഗത്തേക്കാൾ വേഗതയേറിയതുമായിരുന്നു. ഗ്രോത്ത് ഓഫ് ടൗൺസ്, ട്രേഡ്സ് ആൻഡ് ഫിനാൻസ്. നഗരം, വ്യാപാരം, ധനകാര്യം എന്നിവയുടെ വളർച്ച. From the 18th century, many towns in Europe were growing in area and population. Out of 19 European cities, 11 were in Britain. London was the largest among them. 18-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിലെ പല നഗരങ്ങളും ജനസംഖ്യയും വളരാൻ വേണ്ടി തുടങ്ങി. 19 യൂറോപ്യൻ നഗരങ്ങളിൽ 11 എണ്ണവും ബ്രിട്ടനിലായിരുന്നു. അവയിൽ ഏറ്റവും വലിയ നഗരം ലണ്ടനായിരുന്നു. By the 18th century, global trade shifted from Mediterranean ports of Italy and France to the Atlantic ports of Holland and Britain. 18-ാം നൂറ്റാണ്ടിൽ ലോക വ്യാപാരം ഇറ്റലിയിലെയും ഫ്രാൻസിലെയും മെഡിറ്ററേനിയൻ തുറമുഖത്ത് നിന്ന് ഹോളണ്ടിലെയും ബ്രിട്ടൻ്റെയും അറ്റ്ലാന്റിക് തുറമുഖത്തേക്ക് മാറിയിരുന്നു. ഇംഗ്ലണ്ട് വാസ് ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ലോൺ ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്. ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വാസ് ഫൗണ്ടഡ് ഇൻ 1694. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ആവശ്യമായ ലോൺ ഇംഗ്ലണ്ടിൽ ലഭ്യമായിരുന്നു. 1694 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിച്ചു. England had good network of rivers. Transport by waterways was cheaper and faster than by land. ഇംഗ്ലണ്ടിൽ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചിരുന്നു. ചിലവ് കുറഞ്ഞതും വേഗത ഏറിയതുമായിരുന്നു ജലഗതാഗതം. കോൾ ആൻഡ് അയൺ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് കോൾ ആൻഡ് അയൺ. കൽക്കരിയും ഇരുമ്പും. ഈ മേഖലയിലെ വ്യാവസായിക വിപ്ലവം. ഈ മേഖലയിൽ എന്തൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി എന്ന് നമുക്ക് പരിശോധിക്കാം. ഇംഗ്ലണ്ട് ഹാഡ് റിച്ച് ഡിപ്പോസിറ്റ് ഓഫ് കോൾ ആൻഡ് അയൺ ഓർ. ഇറ്റ് ഈസ് എസെൻഷ്യൽ മെറ്റീരിയൽ ഫോർ മെക്കനൈസേഷൻ. ചാർക്കോൾ വാസ് യൂസ്ഡ് ഫോർ മെൽറ്റിംഗ് അയൺ ഓർ, ബട്ട് ഇറ്റ് കുഡ് നോട്ട് ജനറേറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇറ്റ് പ്രൊഡ്യൂസ് പുവർ ക്വാളിറ്റി അയൺ. Coal was far better than charcoal as it produced higher temperature. ഇംഗ്ലണ്ടിൽ കൽക്കരിയുടെയും ഇരുമ്പിൻ്റെയും നിക്ഷേപം ഉണ്ടായിരുന്നു. യന്ത്രനിർമ്മാണത്തിന് ഇത് അത്യാവശ്യമായിരുന്നു. മരക്കരി ഉപയോഗിച്ചായിരുന്നു ഇരുമ്പയിര് അന്ന് ഒരുക്കിയിരുന്നത്. ഇതിന് ഉയർന്ന ഊഷ്മാവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് കാരണം ഗുണനിലവാരം കുറഞ്ഞ ഇരുമ്പായിരുന്നു ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എന്നാൽ കൽക്കരിക്ക് ഉയർന്ന താപം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നു. The replacement of coal by coke, which could easily and effectively melt iron.
കൽക്കരിക്ക് പകരം കോക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഇരുമ്പ് എളുപ്പത്തിൽ ഉരുക്കാൻ വേണ്ടി സാധിച്ചു. അബ്രഹാം ഡർബി ഫസ്റ്റ് invented a blast furnace that would use coke. Coke was derived from coal which could generate high temperature. അബ്രഹാം ഡർബി ഒന്നാമൻ ബ്ലാസ്റ്റ് ഫർണസ് വികസിപ്പിച്ചു. ഇതിൽ കൽക്കരിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച കരി അഥവാ കോക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. ഉയർന്ന ഊഷ്മാവ് ഉൽപ്പാദിപ്പിക്കാൻ കോക്കിന് സാധിക്കുമായിരുന്നു. അബ്രഹാം ഡർബി സെക്കൻഡ് ഡെവലപ്ഡ് റോട്ട് അയൺ ഇൻ ഫ്രം He developed a wrought iron from pig iron, which was less brittle. അബ്രഹാം ഡർബി രണ്ടാമൻ പച്ചിരുമ്പിൽ നിന്ന് വാർപ്പിരുമ്പ് വികസിപ്പിച്ചു. ഇത് പെട്ടെന്ന് ഒടിയില്ലായിരുന്നു. ഹെൻറി കോട്ട് he designed the puddling furnace and the rolling mill. Puddling furnace in which melted iron could be rid of impurity. Rolling mill which used steam power to roll purified iron bars. ഹെൻറി കോട്ട് രണ്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തി, പഡ്ലിംഗ് ഫർണസും റോളിംഗ് മില്ലും. പഡ്ലിംഗ് ഫർണസ് ഉരുക്കിയ ഇരുമ്പിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു. റോളിംഗ് മിൽ ശുദ്ധീകരിച്ച ഇരുമ്പ് പാളികൾ നിർമ്മിക്കാനായിരുന്നു. ജോൺ വിൽക്കിൻസൺ മേഡ് ദ ഫസ്റ്റ് അയൺ ചെയർ, വാർഡ്സ് ആൻഡ് അയൺ പൈപ്സ്. ജോൺ വിൽക്കിൻസൺ ആദ്യത്തെ ഇരുമ്പ് കസേരയും തൊട്ടിയും ഇരുമ്പ് പൈപ്പും നിർമ്മിച്ചു. ഡർബി തേർഡ് അബ്രഹാം ഡർബി തേർഡ് ബിൽഡ് ദ ഫസ്റ്റ് അയൺ ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്. ഡർബി മൂന്നാമൻ ലോകത്തെ ആദ്യത്തെ ഇരുമ്പ് പാലം നിർമ്മിച്ചു. വിൽക്കിൻസൺസ് യൂസ്ഡ് കാസ്റ്റ് അയൺ ഫോർ ദ ഫസ്റ്റ് ടൈം ടു മേക്ക് വാട്ടർ പൈപ്സ്. വിൽക്കിൻസൺ വാർപ്പ് ഇരുമ്പ് ഉപയോഗിച്ച് ആദ്യത്തെ വാട്ടർ പൈപ്പ് നിർമ്മിച്ചു. The British iron industry quadrupled in output between 1800 and 1830s. Its products was the cheapest in Europe. 1800നും 1830നും ഇടയിൽ ബ്രിട്ടനിലെ ഇരുമ്പ് വ്യവസായം 4 ഇരട്ടി ആയി. റവല്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. തുണി വ്യവസായത്തിലെ വിപ്ലവം. A series of inventions took place in the field of spinning and weaving, which revolutionized the cotton textile industry. നൂൽനൂൽപ്പും നെയ്ത്ത് രംഗങ്ങളിൽ ധാരാളം കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി പരുത്തി തുണി വ്യവസായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നു. ജോൺ കെ he invented flying shuttle. With the invention of flying shuttle, speed of weaving doubled. James Hargreaves spinning jenny. He invented spinning jenny. It enabled one person could spin several threads of yarn. Richard Arkwright. He invented water frame. It enabled to produce tougher and stronger thread. Samuel Crompton. He invented mule. It allowed shipping of strong. It allowed spinning of strong and fine yarn. Edmund Cartwright invented power loom. Power loom means automatic loom. Textile production revolutionized and the speed of weaving became 200-fold. L.A. Whitney invented cotton gin, an engine that separated the fiber raw cotton from seeds. The cloth making industry received a great progress when Isaac Singer popularized the sewing machine. പ്രധാന കണ്ടുപിടുത്തങ്ങൾ: ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ, സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹർഗ്രേവ്സ്, വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ആർക്രൈറ്റ്, മ്യൂൾ കണ്ടുപിടിച്ചത് സാമുവൽ ക്രോംപ്ടൺ, പവർലൂം എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ഐസക് സിംഗർ തയ്യൽ മിഷൻ ജനകീയമാക്കിയതോടുകൂടി തുണി വ്യവസായത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. റവല്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് പവർ. ഊർജ മേഖലയിലെ വിപ്ലവം. സ്റ്റീം പവർ, ആവി ശക്തി. ഫോർ സെഞ്ചുറീസ് വാട്ടർ പവർ ആൻഡ് ഹോഴ്സ് പവർ ഹാഡ് ബീൻ മേജർ എനർജി സോഴ്സസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്. നൂറ്റാണ്ടുകളായി വ്യവസായശാലകളിൽ ഉപയോഗിച്ചിരുന്നത് കുതിരശക്തിയും ജലശക്തിയുമായിരുന്നു. A great leap in the field of industrialization was the replacement of water power with the steam power and of steam power with electricity.
ജലശക്തിയിൽ നിന്നും ആവിശക്തിയിലേക്കും അവിടെ നിന്ന് വൈദ്യുതിയിലേക്കുമുള്ള മാറ്റം വ്യാവസായിക വിപ്ലവകാലത്ത് ഏറ്റവും വലിയ മാറ്റമായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദ ഫീൽഡ് ഓഫ് മൈനിങ് ദാറ്റ് സ്റ്റീം പവർ വാസ് ഫസ്റ്റ് യൂസ്ഡ്. ആവിശക്തി ആദ്യമായി ഉപയോഗിച്ചത് ഖനികളിലായിരുന്നു. തോമസ് സാവറി ഇൻവെൻറ്റഡ് ആൻ എൻജിൻ കോൾഡ് മൈനേഴ്സ് ഫ്രണ്ട്. ഇറ്റ് വാസ് പമ്പിംഗ് മെഷീൻ യൂസ്ഡ് ഫോർ ഡ്രെയിനിങ് വാട്ടർ ഫ്രം മൈൻ. മൈനേഴ്സ് ഫ്രണ്ട് എന്ന ആവിയന്ത്രം തോമസ് സാവറി കണ്ടുപിടിച്ചു. ഖനികളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു പമ്പിംഗ് മെഷീനായിരുന്നു ഇത്. എ ന്യൂ സ്റ്റീം എൻജിൻ വാസ് മെയ്ഡ് ബൈ തോമസ് ന്യൂ കോമൺ. തോമസ് ന്യൂ കോമൺ ഒരു ആവിയന്ത്രം കണ്ടുപിടിച്ചിരുന്നു. എ ഫാർ ബെറ്റർ സ്റ്റീം എൻജിൻ ഇൻവെൻറ്റഡ് ബൈ ജെയിംസ് വാട്ട്. ദിസ് എൻജിൻ ഹാഡ് ഗ്രേറ്റർ സ്പീഡ്, കൺസ്യൂമഡ് ലെസ് കോൾ ആൻഡ് എക്കണോമിക്കൽ. ജെയിംസ് വാട്ട് കണ്ടുപിടിച്ച ആവിയന്ത്രമായിരുന്നു മികച്ചത്. നല്ല വേഗവും എന്നാൽ കുറച്ച് കൽക്കരി മാത്രം മതിയായിരുന്നു പ്രവർത്തിപ്പിക്കാൻ. അതുകൊണ്ട് ജെയിംസ് വാട്ടിനെയാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചതെന്നാണ് നമ്മൾ പറയാറുള്ളത്. ആഫ്റ്റർ സ്റ്റീം പവർ വാസ് അപ്ലൈഡ്, ഫാക്ടറീസ് കുഡ് ബി ബിൽഡ് എനിവെയർ ആൻഡ് നോട്ട് നെസസറിലി നിയർ ഫ്ലോയിങ് വാട്ടർ. ആവിയന്ത്രത്തിൻ്റെ വരവോടെ വ്യവസായശാലകൾ എവിടെയും വേണമെങ്കിലും നിർമ്മിക്കാവുന്ന സ്ഥിതിയായി. റവല്യൂഷൻ ഇൻ ദ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ഗതാഗതത്തിലും വാർത്താവിനിമയത്തിലും വന്ന മാറ്റം. കനാൽസ് ആൻഡ് റെയിൽവേസ്. കനാലുകളും റെയിൽവേയും. വിത്ത് ഇൻക്രീസ്ഡ് പ്രൊഡക്ട്സ് ഇൻ ഫാക്ടറീസ്, ട്രാൻസ്പോർട്ടേഷൻ ഗെയിൻഡ് സിഗ്നിഫിക്കൻസ്. ജോൺ മാക് ആഡം devised a means of surfacing building strong roads with layers of broken stone called thereafter macadamizing. ഉൽപാദനം വർദ്ധിച്ചതോടെ ഗതാഗതത്തിന് വലിയ പ്രാധാന്യമുണ്ടായി. പൊട്ടിച്ചെടുത്ത ചെറിയ കല്ലുകൾ പല അടുക്കുകളായി അടുക്കി ഉറപ്പുള്ള പ്രതലമുള്ള റോഡുകൾ ജോൺ മാക് ആഡം നിർമ്മിച്ചു. ഈ തരത്തിലുള്ള റോഡ് നിർമ്മാണ രീതിയെ മെക്കാഡമൈസിംഗ് എന്ന് വിളിക്കുന്നു. Canals were mainly built for transport called to cities. Wesley Canal, the first English canal built by James Brindley. കനാലുകൾ പ്രധാനമായി നിർമ്മിച്ചത് കൽക്കരി നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. ആദ്യത്തെ ഇംഗ്ലീഷ് കനാലായ വേഴ്സ്ലി കനാൽ നിർമ്മിച്ചത് ജെയിംസ് ബ്രൺലി ആണ്. By the 19th century, railway emerged as a new means of faster and cheaper transportation. Stephenson invented first steam locomotive called rocket. 19ാം നൂറ്റാണ്ടിൽ റെയിൽവേ വേഗതയേറിയതും ചിലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമായി മാറി. ആദ്യ ആവി കൊണ്ട് പ്രവർത്തിച്ച ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ഇതിനെ റോക്കറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഇത് കണ്ടുപിടിച്ചത് സ്റ്റീഫൻസൺ ആണ്. റിച്ചാർഡ് ത്രവർത്തിക് developed an engine called puffing devil. Richard Trevithick, he invented new engine called puffing devil. It pulled trucks around the mines. George Stephenson invented an steam engine locomotive, the Bletcher, the first railway line that connected the two cities of England, Stockton and Darlington, 1827. റിച്ചാർഡ് ത്രിവർത്തിക് പഫിംഗ് ഡെവിൾ എന്ന എൻജിൻ കണ്ടുപിടിച്ചു. ഖനിക്ക് ചുറ്റും ട്രക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ ഈ എൻജിൻ ഉപയോഗിച്ചു. ജോർജ് സ്റ്റീഫൻസൺ കണ്ടുപിടിച്ച ലോക്കോമോട്ടീവ് എൻജിനായിരുന്നു ബ്ലച്ചർ. കമ്മ്യൂണിക്കേഷൻ ഓൾസോ വിറ്റ്നസ്ഡ് റാഡിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ്. വാർത്താവിനിമയ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായി. ഇൻ 1840 ബ്രിട്ടൻ ഇനാഗുറേറ്റഡ് പോസ്റ്റൽ സിസ്റ്റം കോൾഡ് പെനി പോസ്റ്റ്. 1840 പെനി പോസ്റ്റ് എന്ന പോസ്റ്റൽ സമ്പ്രദായം ബ്രിട്ടനിൽ നിലവിൽ വന്നു. The first telegraph message was made from Baltimore to Washington in 1844. In 1844 ആദ്യത്തെ ടെലഗ്രാഫ് മെസ്സേജ് ബാൾട്ടിമോറിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് അയച്ചു. The first submarine cable under the English Canal in 1851. 1851 ആദ്യത്തെ സബ്മറൈൻ കേബിൾ ഇംഗ്ലീഷ് ചാനൽ സ്ഥാപിച്ചു. The first trans-Atlantic cable in 1866. 1866 ഒന്നാമത്തെ ട്രാൻസ് അറ്റ്ലാന്റിക് കേബിൾ സ്ഥാപിച്ചു. ഫസ്റ്റ് ടെലഫോൺ ഇൻ 1876. 1876 ആദ്യത്തെ ടെലഫോൺ സ്ഥാപിതമായി. ഇഫക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ.
വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഹാഡ് ടു റൈസ് ഓഫ് ഫാക്ടറി സിസ്റ്റം. Millions of people from villages comes to town and started working in these factories. It created many issues: housing problems, no system of drainage and sanitation, inadequate supply of clean waters, outbreak of epidemic like plague, smallpox, etc. Lifespan of the city fall sharply. Nearly half of the children in these cities failed to survive beyond the age of 5. വ്യവസായ വിപ്ലവം ഫാക്ടറി വ്യവസ്ഥ കൊണ്ടുവന്നു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഗ്രാമങ്ങളിൽ നിന്ന് ഫാക്ടറിയിലേക്ക് ജോലി ചെയ്യാനായി അല്ലെങ്കിൽ നഗരങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു. പാർപ്പിട സൗകര്യത്തിൻ്റെ അപര്യാപ്തത, അഴുക്കുചാൽ, ശുചിത്വം എന്നിവ ഉണ്ടായിരുന്നില്ല. പ്ലേഗ്, വസൂരിയൊക്കെ പടർന്നു പിടിച്ചു. നഗരത്തിലെ ജനങ്ങളുടെ ജീവിത ദൈർഘ്യം കുറഞ്ഞു. ജനിക്കുന്ന കുട്ടികളിൽ പകുതി പേരും 5 വയസ്സിന് മുമ്പേ തന്നെ മരണമടഞ്ഞു. ഇതൊക്കെയായിരുന്നു വ്യവസായ വിപ്ലവത്തിൻ്റെ അനന്തര ഫലം. വിമൻ, ചിൽഡ്രൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായവൽക്കരണവും സ്ത്രീകളും കുട്ടികളും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വിമൻ, ചിൽഡ്രൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. വ്യവസായവൽക്കരണവും സ്ത്രീകളും കുട്ടികളും. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ചേഞ്ച് the lives of women and children. Before the Industrial Revolution, the women and children worked in farms and home. They worked under the watchful eyes of parents and relatives. വ്യവസായവൽക്കരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയത്. വ്യവസായവൽക്കരണത്തിന് മുമ്പ് തന്നെ സ്ത്രീകളും കുട്ടികളും പാടത്തും വീടുകളിലും ജോലി ചെയ്തിരുന്നു. എന്നാൽ രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും നിരീക്ഷണത്തിലായിരുന്നു. ഇൻഡസ്ട്രിയലിസ്റ്റ് preferred to employ women and children who did not oppose the poor working condition. They were work on lower wages than men. The women were mainly employed in cotton textile industry, while the children were often employed in metal industry, coal mines and cotton textile industry. So the women and children worked long hours in inhuman working conditions. വ്യവസായികൾ സ്ത്രീകളെയും കുട്ടികളെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ജോലി നൽകാൻ താല്പര്യപ്പെട്ടിരുന്നു. കാരണം അവർ മോശമായ ജോലി സാഹചര്യത്തെ ചോദ്യം ചെയ്യില്ലായിരുന്നു. അവർക്ക് പുരുഷന്മാരെക്കാൾ കുറഞ്ഞ വേതനം കൊടുത്താൽ മതിയായിരുന്നു. തുണി വ്യവസായശാലകളിലായിരുന്നു സ്ത്രീകളിൽ കൂടുതലും ജോലി ചെയ്തിരുന്നത്. കുട്ടികൾ ഖനികളിലും ലോഹ വ്യവസായത്തിലും തുണി വ്യവസായശാലകളിലും ഒക്കെ ജോലി ചെയ്തു. സ്ത്രീകളും കുട്ടികളും മനുഷ്യത്വരഹിതമായ ജോലി സാഹചര്യങ്ങളിൽ ദീർഘമായ സമയം ജോലി ചെയ്യേണ്ടി വന്നു. പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ്സ്, പ്രതിഷേധ സമരങ്ങൾ. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ചേഞ്ച്ഡ് ദ ലൈഫ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. Rise of factories, creation of large working class including women and children, long working hours, crowded towns, miserable living conditions, absence of sanitation, epidemics and poverty. These are the immediate result of the industrial revolution. വ്യവസായ വിപ്ലവം മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. വ്യവസായ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടറി വ്യവസ്ഥ കൊണ്ടുവന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ തൊഴിലാളി സമൂഹം ഉണ്ടായി. ദീർഘമായ ജോലി സമയമായിരുന്നു. ജനനിബിഡമായിരുന്നു. ദയനീയമായ ജീവിത സാഹചര്യമായിരുന്നു. ശുചിത്വമില്ലായ്മ, ദാരിദ്ര്യം, പകർച്ചവ്യാധി ഇവയൊക്കെ ഉണ്ടായി. Workers started protest against the inhuman working conditions, low wages, long hours of work, etc. കുറഞ്ഞ കൂലി, മോശം ജോലി സാഹചര്യം, ദീർഘമായ ജോലി സമയം എന്നിവയ്ക്കെതിരെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു. ഇംഗ്ലണ്ട് enacted 2 Combination Act in 1795. The aim of the law was to prevent the people to protect. The aim of the law was to prevent the people to protest. Public meetings were banned. The price of the food had increased in Britain, but the government was not ready to import cheaper food. 1795 the England 1795 ഇംഗ്ലണ്ട് 2 കോമ്പിനേഷൻ ആക്ടുകൾ പാസ്സാക്കി. ജനകീയ സമരങ്ങളെ നേരിടുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പൊതുയോഗങ്ങൾ നിരോധിച്ചു. ഈ കാലത്ത് ബ്രിട്ടനിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചു. ഇത് ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി മാറ്റി. എൻക്ലോഷർ മൂവ്മെൻറ്റ് was a process
Under this process, big landlords merged hundreds of small farms to form big farm. This process badly affected poor rural families. Thousands of villagers lost their job and they migrated to towns to work in factories. എൻക്ലോഷർ എന്നാൽ ചെറിയ തോട്ടങ്ങളെ ചേർത്തുകൊണ്ട് വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ദരിദ്ര ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഇത് കാരണമായി. അവർ ഫാക്ടറിയിൽ തൊഴിൽ തേടാനായി നഗരങ്ങളിലേക്ക് കുടിയേറി. ലൂതിസം. With the introduction of new machines, thousands of workers lost their job. The workers believed that machines made their life miserable. Handloom weavers went on strike and even destroyed the power loom. Mechanization led to the loss of job opportunity of agricultural laborers also. The farmers destroyed threshing machines that threatened their livelihood. പുതിയ യന്ത്രങ്ങളുടെ വരവോടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. തങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയത് യന്ത്രങ്ങളാണെന്ന് തൊഴിലാളികൾ കരുതി. കൈത്തറി തൊഴിലാളികൾ സമരം ആരംഭിച്ചു. പവർ ലൂമുകൾ അവർ നശിപ്പിച്ചു. യന്ത്രവൽക്കരണം കാർഷിക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകാൻ കാരണമായി. കർഷകർ മെതിയന്ത്രങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി. ലൂതിസം വാസ് എ വെൽ നോൺ പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് that fought for the right of workers who were affected by the arrival of new machines. It was started by General Ned Ludd. Demands minimum wages, control over the wages of women and children, compensatory work for those who had lost their jobs because of mechanization, right to form trade unions. യന്ത്രങ്ങളുടെ വരവോടെ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ലൂതിസം. ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ജനറൽ നെഡ് ലൂത്ത് ആയിരുന്നു. ആവശ്യങ്ങൾ: മിനിമം കൂലി, സ്ത്രീകളുടെയും കുട്ടികളുടെയും വേതനത്തിലുള്ള നിയന്ത്രണം, യന്ത്രവൽക്കരണം മൂലം ജോലി നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം, ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാനുള്ള അവകാശം. പീറ്റർലൂ കൂട്ടക്കൊല. In August 1819, nearly 80,000 working class people gathered peacefully at St. Peter's in Manchester. They demanded democratic right of political organization. They were crushed with iron hand the government. It came to be known as the Peterloo Massacre. 1819 ആഗസ്റ്റിൽ 80,000 തൊഴിലാളികൾ മാഞ്ചസ്റ്ററിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ തടിച്ചുകൂടി. ജനാധിപത്യ അവകാശമായ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു പ്രക്ഷോഭം. സമാധാനപരമായി പ്രക്ഷോഭം നടത്തിയവരെ ഗവൺമെൻറ് ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തി. ഈ സംഭവത്തെ പീറ്റർലൂ കൂട്ടക്കൊല എന്നാണ് അറിയപ്പെടുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഇഫക്റ്റ് ഓൺ വേൾഡ്. വ്യവസായ വിപ്ലവത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. വെസ്റ്റേൺ കൺട്രീസ് became rich and powerful. Western countries went in search for raw materials and market. This led to colonization and ultimately led to imperialism. It led to war between European countries. Industrial revolution sowed the seeds of war, bitterness and hatred all over the world. പാശ്ചാത്യ രാജ്യങ്ങൾ സമ്പന്നവും ശക്തവുമായി തീർന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയും കമ്പോളത്തിനു വേണ്ടിയും അന്വേഷണം ആരംഭിച്ചു. ഇത് കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്വത്തിനും വഴിതെളിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി. വ്യവസായ വിപ്ലവം യുദ്ധത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുപാകി. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നിങ്ങൾ നന്നായി പഠിക്കുക. ഒരു എസ്സേ ഇവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നന്നായി പഠിച്ച് എസ്സേക്ക് ഫുൾ മാർക്ക് വാങ്ങുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.